നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പരീക്ഷാ ചൂടിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷക്കാലം. SSLC പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ മാർച്ച് ആദ്യവാരം ആരംഭിക്കും. 5-ന് SSLC പരീക്ഷയും 6-ന് ഹയർ സെക്കൻഡറി +2 പരീക്ഷയും തുടങ്ങും. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷാ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. SSLC പരീക്ഷയ്ക്കാകെ 55 സെന്ററുകൾ. ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞതോടെ ഇത്തവണത്തെ ചിനക്കത്തൂർ പൂരത്തിന് പരിസമാപ്തിയായി. വീണ്ടും ഒരു പൂരാവേശത്തിൽ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞത് ചൊവ്വാഴ്ച രാവിലെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിനും കുതിരക്കളിക്കും പിന്നാലെ. ഇനി അടുത്ത ചിനക്കത്തൂർ പൂരം 2027 ഫെബ്രുവരി 21-ന്. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഈവനിംഗ് OP നിർത്തിവെച്ചു. നിർത്തലാക്കിയത് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് കാരണം. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈവനിംഗ് OP പ്രവർത്തിക്കില്ലെന്ന് അധികൃതരുടെ വിശദീകരണം. OP നിർത്തലാക്കിയതോടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന രോഗികൾ ദുരിതത്തിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷക്കാലം. SSLC പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ മാർച്ച് ആദ്യവാരം ആരംഭിക്കും. 5-ന് SSLC പരീക്ഷയും 6-ന് ഹയർ സെക്കൻഡറി +2 പരീക്ഷയും ആരംഭിക്കും. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി DEO STVയോട് പറഞ്ഞു. 55 സെന്ററുകളാണ് SSLC പരീക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇനി ഒരു മാസം പരീക്ഷക്കാലം. മാർച്ച് ആദ്യവാരത്തിൽ പരീക്ഷകൾക്ക് തുടക്കം കുറിക്കും. മാർച്ച് 5-ന് വ്യാഴാഴ്ച രാവിലെ മലയാളം ഫസ്റ്റ് പേപ്പറോടുകൂടി SSLC പരീക്ഷയ്ക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം ഉച്ചയ്ക്ക് +1 പരീക്ഷയും ആരംഭിക്കും. 6-ാം തീയതി വെള്ളിയാഴ്ചയാണ് +2 പരീക്ഷയ്ക്ക് തുടക്കമാവുക. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ മാത്രം 55 സെന്ററുകളാണ് SSLC പരീക്ഷകൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. ആകെ 12,373 വിദ്യാർത്ഥികൾ ഇത്തവണ SSLC പരീക്ഷയ്ക്കിരിക്കും. ഇതിൽ 6,364 ആൺകുട്ടികളും 6,009 പെൺകുട്ടികളുമാണുള്ളത്. ഗവൺമെൻറ് സ്കൂളുകളിൽ 5,824 കുട്ടികളും എയ്ഡഡ് വിദ്യാലയത്തിൽ 5,929 കുട്ടികളും അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്നായി 620 കുട്ടികൾ ഉൾപ്പെടെ ആകെ 12,373 വിദ്യാർത്ഥികൾ ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. 30-ന് തിങ്കളാഴ്ച ജീവശാസ്ത്ര വിഷയമാണ് SSLC പരീക്ഷയുടെ അവസാന പരീക്ഷ. പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി DEO STVയോട് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞതോടെ ഇത്തവണത്തെ പാലപ്പുറം ചിനക്കത്തൂർ പൂരത്തിന് പരിസമാപ്തിയായി. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു ഉപചാരം ചൊല്ലിപ്പിരിയൽ. ഇനി 2027 ഫെബ്രുവരി 21-നാണ് ചിനക്കത്തൂർ പൂരാഘോഷം. ചൊവ്വാഴ്ച രാവിലെയും കൂട്ടിയെഴുന്നള്ളിപ്പും കുതിരക്കളിയും ഉണ്ടായിരുന്നു. അയ്യയ്യോ ആർപ്പുവിളികളാൽ അലയടിക്കുകയായിരുന്നു ചിനക്കത്തൂർ തട്ടകം. തിങ്കളാഴ്ചയായിരുന്നു ആവേശപൂരമായ ചിനക്കത്തൂർ പൂരം. ചൊവ്വാഴ്ച രാവിലെ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെയാണ് ഇത്തവണത്തെ ചിനക്കത്തൂർ പൂരത്തിന് പരിസമാപ്തി കുറിച്ചത്. രാവിലെ തിരുമുറ്റത്ത് കൂട്ടിയെഴുന്നള്ളിപ്പിനും കുതിരക്കളിക്കും ശേഷമാണ് ഉപചാരം ചൊല്ലിപ്പിരിയൽ. പിന്നീട് തട്ടിന്മേൽക്കൂത്തും മറ്റു ചില ചെറിയ ആഘോഷങ്ങളും ക്ഷേത്ര മുറ്റത്തെത്തി ദേവിയെ തൊഴുതു വണങ്ങി. ഇനി അടുത്ത പൂരത്തിന് കാണാം എന്ന ദൃഢനിശ്ചയത്തോടെ തിരുമുറ്റത്തു നിന്നും പൂരപ്രേമികളും മടങ്ങി. ഇനി അടുത്ത ചിനക്കത്തൂർ പൂരം 2027 ഫെബ്രുവരി 21-ന് നടക്കും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഈവനിംഗ് OP നിർത്തിവെച്ചു. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതാണ് കാരണമെന്നും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈവനിംഗ് OP പ്രവർത്തിക്കില്ലെന്നും അധികൃതർ വിശദീകരിച്ചു. ഇതോടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന രോഗികൾ ദുരിതത്തിലായി. തൃശൂർ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും അധികം രോഗികൾ ആശ്രയിക്കുന്ന ഇടമാണ് തൃശൂർ ജനറൽ ആശുപത്രി. തൃശൂർ കോർപ്പറേഷൻ നടത്തിപ്പ് ചുമതലയുള്ള ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാതായതോടെയാണ് ഈവനിംഗ് OP ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിവിധ സമയങ്ങളിലായി 6 ഡോക്ടർമാരുടെ സേവനം ആവശ്യമായ കാഷ്വാലിറ്റിയിൽ നിലവിൽ 2 ഡോക്ടർമാർ മാത്രമാണ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ച വരെ 4 ഡോക്ടർമാർ ഉണ്ടായിരുന്ന ഇടത്ത് 2 പേർ കൂടി സ്ഥലം മാറിപ്പോയതോടെ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 24 മണിക്കൂറും നൂറുകണക്കിന് രോഗികളാണ് തൃശൂർ ജനറൽ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്നത്. അത്യാഹിത വിഭാഗത്തിൽ തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 1 വർഷം മുൻപ് ഈവനിംഗ് OP പ്രവർത്തനം ആരംഭിച്ചത്. ദിവസേന ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഈവനിംഗ് OPയുടെ പ്രവർത്തന സമയം.
അത്യാഹിത വിഭാഗത്തിലെത്തുന്ന അത്യാഹിതം അല്ലാത്ത രോഗികളെ ഈവനിംഗ് ഒപിയിലേക്ക് വിടുകയാണ് പതിവ്. ഇതുമൂലം അത്യാഹിത വിഭാഗത്തിൽ തിരക്ക് കുറയ്ക്കാനും ആകുമായിരുന്നു. ഈവനിംഗ് ഒപി നിർത്തിയതോടെ എല്ലാ രോഗികളെയും ചികിത്സ തേടി അത്യാഹിത വിഭാഗത്തിലേക്കാണ് എത്തുന്നത്. പോലീസിന്റെ മെഡിക്കൽ മുതൽ അപകടത്തിൽപ്പെടുന്നവരെ വരെ ഒരേ സമയം എത്തിക്കുന്നത് തൃശൂർ ജനറൽ ആശുപത്രിയിലാണ്. അതീവ ഗുരുതരമായിട്ടുള്ള രോഗികളെ മാത്രമായിരുന്നു നേരത്തെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിരുന്നത്. കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാരുടെ എണ്ണം കുറഞ്ഞതോടെ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്ന അത്ര ഗുരുതരമല്ലാത്ത രോഗികളെ പോലും ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കേണ്ട നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു. PP സുമോദ് MLA സല്യൂട്ട് സ്വീകരിച്ചു. പ്രിൻസിപ്പൽ മണികണ്ഠൻ, പ്രധാന അധ്യാപിക VD ബിന്ദു, കോട്ടായി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സിജോ വർഗീസ്, നന്ദകുമാർ, PTA പ്രസിഡന്റ് A സതീഷ്, ജിനീഷ്, CPO ചെമ്പകം, ACPO സുമ എന്നിവർ സംസാരിച്ചു. മണ്ണൂരിൽ ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനം മിനി ശബരിമല മഠാധിപതി മഹാമണ്ഡലേശ്വര സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. പാലിക്കേണ്ടതായ നമ്മുടെ അടിമദേവതകളെ ഒരിക്കലും നഷ്ടമാക്കിക്കൊണ്ടുള്ളതായ ഒരു ജീവിതചര്യ നമുക്കുണ്ടാവാൻ പാടില്ല. ശബരിമല അയ്യപ്പനോ ഗുരുവായൂരപ്പനോ മറ്റു ദേവതകൾ ആരെങ്കിലും ഒക്കെ നിങ്ങളെ അനുഗ്രഹിക്കാൻ തയ്യാറാകണമെങ്കിൽ അല്ലെങ്കിൽ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾ ത്രൂ പ്രോപ്പർ ചാനൽ എന്ന കണക്കില് നിങ്ങളുടെ കുടുംബദൈവത്തിലൂടെ മാത്രമേ സാധ്യമുള്ളൂ. ബാലസുബ്രഹ്മണ്യൻ എമ്പ്രാന്തിരി അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയവരെ ആദരിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘ് പാലക്കാട് ജില്ലാ ധർമ്മ ജാഗരൺ പ്രമുഖ് ഹരിദാസ് സ്വാഗതം പറഞ്ഞു. ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മണികണ്ഠൻ നന്ദി പറഞ്ഞു. പ്രസ്തുത സമ്മേളനത്തിന് നിരവധി പേർ പങ്കെടുത്തു. ഡോക്ടർ സദനം ഹരികുമാർ, ഡോക്ടർ ബേബി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി സ്വാമി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് പാലക്കാട് ജില്ലാ വിഭാഗ് കാര്യവാഹ് സുധീർ ജി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണാൻ സമുദായം ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം ഷൊർണൂരിൽ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ EP നന്ദകുമാർ, മുഹമ്മദ് ആഷിഖ്, MVSS ജില്ലാ പ്രസിഡന്റ് KP ശാന്തകുമാരി ടീച്ചർ, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ദാമോദരൻ കുറുവാഞ്ചേരി, C മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ M മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ശശിധരൻ മുല്ലയ്ക്കൽ സ്വാഗതവും വിജയകുമാരി നന്ദിയും പറഞ്ഞു. ഒറ്റപ്പാലം ചോറോട്ടൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മാർച്ച് 8 ഞായറാഴ്ച ആഘോഷിക്കും. താലപ്പൊലിയോടനുബന്ധിച്ച ക്ഷേത്രത്തിൽ വിവിധ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. മാർച്ച് 4 വൈകിട്ട് 6:45 കൊടിയേറ്റം നടക്കും. രാത്രി 7 മണിക്ക് തിരുവാതിരക്കളിയും ഉണ്ടായിരിക്കും. മാർച്ച് 5 വ്യാഴാഴ്ച തിരുവഞ്ചക്കുഴി ആറാട്ട്, 7 ഡാൻസ് ഫെസ്റ്റും നടക്കും. മാർച്ച് 6 ദേശത്ത് ആറാട്ടും, രാത്രി 7 മണിക്ക് ബാലയും നടക്കും. മാർച്ച് 7 7 മണിക്ക് നാടകവും ഒരുക്കിയിട്ടുണ്ട്. മാർച്ച് 8 താലപ്പൊലി മഹോത്സവം നടക്കും. വൈകിട്ട് 7 മണിക്ക് ഗാനമേളയും ഉണ്ടായിരിക്കും. ചോറോട്ടൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷങ്ങൾ മാർച്ച് 4 തീയതി കൊടിയേറ്റത്തോടു കൂടി ആരംഭിക്കുകയാണ്. 8 തീയതി ഞായറാഴ്ചയാണ് താലപ്പൊലി. എല്ലാ ദിവസവും ഉത്സവത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ ഉണ്ടായിരിക്കും. കോട്ടായിൽ 24 വർഷത്തെ രാജ്യസേവനം കഴിഞ്ഞ് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സൈനികൻ ഹവിൽദാർ സനോജിന് പാലക്കാടൻ സൈനിക കൂട്ടായ്മ കരിമ്പനക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കി. കരിമ്പനക്കൂട്ടം പ്രസിഡന്റ് N സതീഷ്, വൈസ് പ്രസിഡന്റ് K അയ്യപ്പദാസ്, കൺവീനർ കൃഷ്ണദാസ്, രക്ഷാധികാരികളായ T ശിവദാസൻ, B നാരായണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. ചെറിയ പോരായ്മകളുണ്ടെങ്കിലും മണ്ണൂർ പഞ്ചായത്ത് ബജറ്റ് പൊതുവെ സ്വാഗതാർഹമെന്ന് മുസ്ലിം ലീഗ് പാർലമെൻ്ററി പാർട്ടി ലീഡർ PM അൻവർ സാദിഖ് പറഞ്ഞു. ആവശ്യമായ നിരവധി പ്രശ്നങ്ങൾ ഭരണസമിതിക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അൻവർ സാദിഖ് കൂട്ടിച്ചേർത്തു. മണ്ണൂർ പഞ്ചായത്തിലെ ബജറ്റിൽ ഒട്ടനവധി അംഗീകരിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിലും പുതിയ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തേണ്ടതുമായ കാര്യങ്ങൾ ലീഗ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ പോരായ്മ എന്ന് പറയാനുള്ളത് യുവജനങ്ങൾക്ക് ബജറ്റിൽ പ്രാതിനിധ്യം ഇല്ല എന്നതാണ്. അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തണമെന്നും കാലാകാലങ്ങളായിട്ടുള്ള ചടങ്ങ് ആവരുത് ബജറ്റ് എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കളിക്കളത്തിന്റെ ആവശ്യം, ഓപ്പൺ ജിംനേഷ്യം, വനിതകൾക്ക് ആവശ്യമായ
ജിംനേഷ്യം, കുട്ടികൾക്ക് കിഡ്സ് പാർക്ക് എന്നിവ നടപ്പിലാക്കാൻ ആവശ്യമായ നടപടിയെടുക്കണം. കൂടാതെ ലൈഫ് മിഷൻ വീട് കിട്ടാത്തവരെ പരിഗണിക്കണം. അവരുടെ ആശങ്കകൾ അകറ്റണം. വാടക കെട്ടിടങ്ങളുള്ള അംഗൻവാടികൾക്ക് സ്ഥലം വാങ്ങി പുതിയ അംഗൻവാടി നിർമ്മിക്കണം. കുടിവെള്ള പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കണം. പത്തിരിപ്പാല സർക്കാർ കോളേജിന്റെയും സ്കൂളിന്റെയും മുൻവശം നടപ്പാത നിർമ്മിക്കണം. ഹരിതകർമ്മസേനയ്ക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കണം. തകർന്ന റോഡുകളുടെ തകർച്ച പരിഹരിക്കാൻ എല്ലാ റോഡുകളിലെയും ഡ്രെയിനേജ് നിർമ്മിക്കണം എന്നീ ആവശ്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ആവശ്യപ്പെട്ടു. തുടർന്നുള്ള വാർത്താ സമ്മേളനത്തിൽ VM ധന്യ കൃഷ്ണദാസ്, സബിത മുനീർ എന്നിവർ പങ്കെടുത്തു. അതുപോലെ കാലോചിതമായ ഒട്ടനവധി മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ് ബജറ്റ് എന്നുള്ള നിർദ്ദേശം വയ്ക്കുകയുണ്ടായി. കാരണം ഒരു പതിവ് പോലെ കാലാകാലങ്ങളായി ഒരു പതിവ് ബജറ്റ് പോലെ ആവാതെ പുതിയ നിർദ്ദേശങ്ങളും പുതിയ രൂപങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തണം. കാലത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവണം എന്നാണ് നമുക്ക് ബജറ്റിൽ നമ്മൾ ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടും വളരെയധികം ഉൾക്കൊള്ളുന്ന രീതിയിലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയുണ്ടായി. ആദ്യത്തെ ബജറ്റ് എന്ന നിലയിൽ നമ്മുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാം എന്ന് ഭരണസമിതി പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മണ്ണൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഓരോ കാര്യങ്ങളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നോക്കിക്കാണുകയാണ്. അനുകൂലിക്കേണ്ടതിനെ അനുകൂലിക്കുകയും എതിർക്കേണ്ടതിനെ എതിർക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിലപാട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇനി മാറ്റലി നോക്കാം. വയനാട്ടിലെ പ്രളയബാധിതർക്കുള്ള ഭവന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ടി സിദ്ദിഖ് MLAക്ക് നേരെ CPM പ്രവർത്തകർ കൂക്കി വിളിച്ചിരുന്നു. MLA എന്ന നിലയിൽ വളരെയധികം നാളുകളിൽ ദുരിതബാധിതർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ടി സിദ്ദിഖ്. കൂകിവിളി നടന്നതോടെ പരിപാടിയുടെ നിറം നഷ്ടമായെന്ന് ജനങ്ങളും വിലയിരുത്തി. താങ്കൾ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. വയനാട് പ്രളയബാധിതർക്കുള്ള വീട് കൈമാറ്റ ചടങ്ങിൽ ടി സിദ്ദിഖ് MLAക്കെതിരായി ഉണ്ടായ പ്രതികരണങ്ങൾ ഒരാളും അംഗീകരിക്കുന്ന രീതിയിലുള്ളതല്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ആ പ്രതികരണം ഉണ്ടായപ്പോൾ ആ നിമിഷം തന്നെ അവിടെ ഉണ്ടായിരുന്ന DYFIയുടെ നേതാവ് വസീഫ് കൃത്യമായി ഇടപെട്ടു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രതികരണമായും കാണാവുന്നതാണ്. പൊതുവേദികളിൽ, പ്രത്യേകിച്ച് ഔദ്യോഗിക പരിപാടികളുടെ വേദികളിൽ എന്തിൻ്റെ പേരിലായാലും ക്ഷണിക്കപ്പെട്ട അതിഥികൾ സംസാരിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന പ്രതികരണങ്ങൾ പ്രോത്സാഹിക്കപ്പെടേണ്ടതല്ല എന്ന് തന്നെയാണ് നിലപാട്. എൻ്റെ മാത്രമല്ല, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും നിലപാട് അതുതന്നെയാണ്. വയനാട് ദുരിതബാധിതർക്ക് പുനരധിവാസ പദ്ധതി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേളയിൽ നമ്മുടെ പ്രിയങ്കരനായ MLA ടി സിദ്ദീഖിനെതിരെ കൂകിവിളി നടത്തിയത് ഒരു ജനാധിപത്യ മര്യാദയ്ക്ക് യോജിച്ചല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ആ സംഭവം ഉണ്ടായ അന്ന് തൊട്ട് അവിടുത്തെ ജനങ്ങളുടെ കൂടെ അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു MLA ആണ്. ഈ പുനരധിവാസ പദ്ധതിക്ക് ഭരണകക്ഷി MLAമാർ മാത്രമല്ല പ്രതിപക്ഷ MLAമാരുടെയും കൂടി വിഹിതം നൽകിയാണ് പുനരധിവാസം ഗവൺമെൻറ് തുടക്കം കുറിച്ചത്. ഇത്തരം പരിപാടികൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ അവരെ വെച്ച് ചെയ്യുന്ന പരിപാടി കേരളത്തിലെ ജനങ്ങൾ ഉത്ബുദ്ധരാണ്, അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം മുഖ്യമന്ത്രിനെ കൂവി വിളിക്കുന്ന സാഹചര്യങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ജനപ്രതിനിധികളെ മോശമായി ചിത്രീകരിക്കാനും അതുപോലെ തന്നെ അവരെ ഇകഴ്ത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൽ ഏറ്റവും മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇതേപോലുള്ള പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് തുടർന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിന് ഭൂഷണമല്ല. കേരളത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ വയനാട് പുനരധിവാസ പദ്ധതിക്ക് പല രീതിയിലും
ജനപ്രതിനിധികളും സംഘടനകളും എല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കണം. ഈ പരിപാടി CPM അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ടി സിദ്ദിഖ് എന്നല്ല, ഏതൊരു ജനപ്രതിനിധിയെയും ഇത്തരത്തിൽ അവഹേളിക്കുന്നത് അത്യന്തം ഹീനമായ പ്രവൃത്തിയാണ്. ടി സിദ്ദിഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രളയകാലത്ത് ആദ്യ അവസാനം വരെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു വ്യക്തിയാണ് ടി സിദ്ദിഖ്. അദ്ദേഹത്തെ പോലെയുള്ളൊരു ജനപ്രതിനിധിയോട് ഇത്തരത്തിൽ പെരുമാറുന്നത് CPMന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് വെളിവാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ചൂടിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷക്കാലം. SSLC പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ മാർച്ച് ആദ്യവാരം ആരംഭിക്കും. 5-ന് SSLC പരീക്ഷയും 6-ന് ഹയർ സെക്കൻഡറി +2 പരീക്ഷയും തുടങ്ങും. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷാ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. SSLC പരീക്ഷയ്ക്കാകെ 55 സെന്ററുകൾ. ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞതോടെ ഇത്തവണത്തെ ചിനക്കത്തൂർ പൂരത്തിന് പരിസമാപ്തിയായി. വീണ്ടും ഒരു പൂരാവേശത്തിൽ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞത് ചൊവ്വാഴ്ച രാവിലെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിനും കുതിരക്കളിക്കും പിന്നാലെ. ഇനി അടുത്ത ചിനക്കത്തൂർ പൂരം 2027 ഫെബ്രുവരി 21. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഈവനിംഗ് OP നിർത്തിവെച്ചു. നിർത്തലാക്കിയത് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് കാരണം. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈവനിംഗ് OP പ്രവർത്തിക്കില്ലെന്ന് അധികൃതരുടെ വിശദീകരണം. OP നിർത്തലാക്കിയതോടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന രോഗികൾ ദുരിതത്തിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.